മുൾക് രാജ് ആനന്ദ് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രമുഖനായ നോവലിസ്റ്റും സാമൂഹിക ചിന്തകനുമായിരുന്നു. ഇന്ത്യയിലെ ദരിദ്രരും താഴ്ന്ന ജാതിക്കാരും അനുഭവിച്ചിരുന്ന സാമൂഹിക അനീതികളെ തൻ്റെ കൃതികളിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. 1905 ഡിസംബർ 12 അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്ന പാകിസ്ഥാനിലെ പെഷാവറിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ബാല്യകാലത്ത് തന്നെ സമൂഹത്തിലെ അസമത്വങ്ങളും ജാതി വ്യവസ്ഥയും അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ദി പഞ്ചാബിൽ നിന്ന് പഠനം നടത്തി. തുടർന്ന് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലും യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിലും ഉന്നത വിദ്യാഭ്യാസം നേടി. മുൾക് രാജ് ആനന്ദിൻ്റെ പ്രധാന കൃതികൾ സമൂഹത്തിലെ താഴ്ന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയാണ്. 1935 അൺടച്ചബിൾ എന്ന കൃതി ഒരു ദളിത് ബാലൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. 1936 കൂലി എന്ന കൃതി ദരിദ്ര ബാലൻ്റെ ദുരിത ജീവിതത്തെക്കുറിച്ചായിരുന്നു. ടു ലീവ്സ് ആൻഡ് എ ബഡ് എന്നത് 1937 ഒരു ചായത്തോട്ട തൊഴിലാളികളുടെ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ സോഷ്യൽ റിയലിസം എന്ന ശൈലിയിൽപ്പെട്ടവയായിരുന്നു. മുൾക് രാജ് ആനന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അൺടച്ചബിൾ എന്ന നോവൽ തിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് 1967 പത്മഭൂഷണായിരുന്നു. മുൾക് രാജ് ആനന്ദ് 2004 സെപ്റ്റംബർ 28 പൂനെയിൽ അന്തരിച്ചു. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പിതാക്കളിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. RK നാരായണൻ, രാജാ റാവു എന്നിവരോടൊപ്പമാണത്. സാമൂഹിക നീതി, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെ തൻ്റെ സാഹിത്യത്തിലൂടെ ശക്തമായി അവതരിപ്പിച്ച എഴുത്തുകാരനായിരുന്നു മുൾക് രാജ് ആനന്ദ്. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തെ ലോകതലത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്ക് തന്നെ ഉണ്ടായിരുന്നു.